മഹാരാഷ്ട്രയിലെ 48 സീറ്റുകളിൽ ഷൈജു നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ബി.ജെ.പി. അവിടെ നില മെച്ചപ്പെടുത്തുകയാണ്. പക്ഷേ ബി.ജെ.പിയുടെ സഖ്യകക്ഷികൾ കൊഴിഞ്ഞു വീഴുകയാണ് മഹാരാഷ്ട്രയിൽ. ആ കൊഴിഞ്ഞുപോക്ക് ബി.ജെ.പി. ആഗ്രഹിച്ചതായിരുന്നില്ലേ എന്നുള്ള കൗതുകം കൂടി ആലോചിക്കുമ്പോഴാണ് വർഷാവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വിലപേശൽ മഹാരാഷ്ട്രയിൽ നേരത്തെ ബി.ജെ.പി. ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് മനസ്സിലാവുന്നത്. ഷൈജു പറഞ്ഞതുപോലെ എല്ലാത്തിനെയും ഒരു സമുദ്രത്തിൽ ഒറ്റ സ്രാവ് എന്ന വിധത്തിൽ ബി.ജെ.പി. ആ തിമിംഗലത്തെ പോലെ കടന്നു വന്ന് എല്ലാം വിഴുങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ തീർച്ചയായും മഹാരാഷ്ട്രയിൽ ഷൈജു ഈ പറയുന്ന സഖ്യകക്ഷികൾ ഉണ്ടാവില്ല. അവിടെ സഖ്യകക്ഷികൾ ഉണ്ടാവില്ല. നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം വിട്ടുപോയി. തമിഴ്നാട്ടിൽ ADMK കൂടെ ചേർക്കാൻ ശ്രമിച്ചതാണ് ബി.ജെ.പി. ഇപ്പൊ ആ ADMKയുടെ അവസ്ഥ എന്താണ്? ഇതുപോലെ എല്ലാ പ്രാദേശിക കക്ഷികളെയും ഇല്ലാതാക്കി ബി.ജെ.പി. അവരുടെ ഏറ്റവും വലിയ ശക്തി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 37% വോട്ടാണ് ബി.ജെ.പി. കിട്ടിയത്. അവരെ സംബന്ധിച്ചിടത്തോളം 50% മുകളിൽ വോട്ട് നേടുന്ന കക്ഷിയാവുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ മുന്നണിക്ക് അത്തരത്തിൽ വോട്ട് നേടുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന്റെ ഭാഗമായാണ് 370 സീറ്റ് സ്വന്തമായും 400 സീറ്റ് മൊത്തത്തിൽ NDAക്കും നേടുക എന്ന ലക്ഷ്യമാണ്. നമ്മൾ അതിൽ കൗതുകകരമായി ആലോചിക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം ഇപ്പൊ AIADMKയുടെ കാര്യം പറഞ്ഞു. AIADMK ഏറെക്കുറെ തമിഴ്നാട്ടിൽ അപ്രസക്തമായി കഴിഞ്ഞു. അവിടെ ഇനി DMK വേഴ്സസ് BJP ആണ്. നോക്കൂ, കഴിഞ്ഞ പതിറ്റാണ്ട് വരെ JDS കർണാടകയിലെ ഒരു നിർണായക രാഷ്ട്രീയ ശക്തിയായിരുന്നു. ഇപ്പോൾ ഹാസനിലും മാണ്ടയിലും മാത്രമുള്ള ഒരു പാർട്ടിയായി അവർ വെള്ളം കുടിക്കുകയാണ്. അത് തന്നെ. അപ്പോൾ ആ നിലയിൽ കർണാടകയെ സംബന്ധിച്ച് JDS അപ്രസക്തമായി കഴിഞ്ഞു. ബാക്കി നമ്മൾ BJDയുടെ കാര്യം പറഞ്ഞു, ജനതാദൾ യുണൈറ്റഡിന്റെ കാര്യം പറഞ്ഞു, YSRCPയുടെ കാര്യം പറഞ്ഞു, BRSന്റെ കാര്യം പറഞ്ഞു. കേരളത്തിൽ BJP വരികയാണെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന രണ്ട് ധ്രുവങ്ങളിൽ ഒന്ന് താഴേണ്ടി വരും, അല്ലെങ്കിൽ ഡിസിന്റഗ്രേറ്റ് ചെയ്യപ്പെടേണ്ടി വരും. അതല്ലാതെ BJPക്ക് ഇവിടെ കാലുറപ്പിക്കാൻ കഴിയില്ല. ഇനി ഈ സംസ്ഥാനങ്ങളൊക്കെ കഴിഞ്ഞ അടുത്ത ടേൺ കേരളത്തിൻ്റെതാണ്. അതിനു മുമ്പ് ബംഗാൾ കൂടി പിടിച്ചതിന് ശേഷമേ കേരളത്തിൽ വരൂ എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കേരളത്തിൽ അല്പസമയം കൂടി BJP ക്ഷമിച്ചു നിൽക്കാൻ അവർക്ക് തയ്യാറാവേണ്ടി വന്നേക്കും. കാരണം അത്ര എളുപ്പമല്ല. അതിന് മറ്റ് ഡെമോഗ്രാഫിക് ഘടകങ്ങളൊക്കെ കേരളത്തിൽ അത്ര എളുപ്പത്തിലല്ല. പക്ഷേ ഒരു നോർത്ത് ഈസ്റ്റ് ആണ് അതിന് ആ സംശയങ്ങൾക്ക് മറുപടി പറയുന്ന സംസ്ഥാനങ്ങൾ നോർത്ത് ഈസ്റ്റിലാണ്. കാരണം ഒരു ഒറ്റ ഘട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നോക്കൂ, ഞാൻ നേരത്തെ ബീഹാറിലെ കാര്യം, UPയിലെ കാര്യം ഒരു ഉദാഹരണം പറഞ്ഞ അതാണ്. ഇപ്പോൾ തന്നെ കേരളത്തിൽ ഒരു 20 വയസ്സായ ഒരു ചെറുപ്പക്കാരന്, കന്നി വോട്ടർക്ക്, അവന്റെ 8 വയസ്സ് മുതൽ അവൻ കാണുന്ന ഒറ്റ മുഖ്യമന്ത്രിയാണ്. ഇതിന് ഈ പ്രായപരിധി കൂടിയിട്ടേ ഉള്ളൂ മറ്റു പല സംസ്ഥാനങ്ങളിലും. കോൺഗ്രസിന്റെ സുവർണകാലത്തെ ഒക്കെ പറ്റി ഓർമ്മിച്ചെടുക്കുന്നവരുടെ പ്രായം എത്രത്തോളം എന്ന് ആലോചിക്കുമ്പോഴാണ് അവിടെ കോൺഗ്രസ് എത്രത്തോളം ദൈനംദിന രാഷ്ട്രീയ വിഷയങ്ങളുമായി സമർത്ഥമായി സമൂഹത്തിലേക്ക് ഇടപെടാൻ കഴിയാതിരിക്കുന്നിടത്തോളം ഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നത്. അത് കഴിയുന്ന നേതാവാണ് മമതാ ബാനർജി എന്നതുകൊണ്ടാണ് അവർക്ക് തെല്ലെങ്കിലും പിടിച്ചേക്കാൻ പറ്റും. ഞാൻ ഇത് നമുക്കൊരു ഇടവേളയിലേക്ക് പോകണം. എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തോടൊപ്പം കഴിഞ്ഞ ദിവസം അപൂർവാനന്ദ് എഴുതിയ ഒരു ലേഖനം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് നേരെ തിരിച്ചാണ്. അദ്ദേഹം പറയുന്നത് 35 വയസ്സിൽ താഴെയുള്ള ധ്രുവരാത്രിയൊക്കെ കേൾക്കുന്ന യൂട്യൂബ് ജനറേഷൻ ഉണ്ടല്ലോ, 35 വയസ്സിൽ താഴെയുള്ളവരൊന്നും ഇത്തവണ BJPക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. ബഹുഭൂരിപക്ഷം പേരും അമ്മാവന്മാരാണ് ഇപ്പോഴും BJP ബ്രാൻഡ് ഓഫ് പൊളിറ്റിക്സിന്, അല്ലെങ്കിൽ ഹിന്ദുത്വ ബ്രാൻഡ് ഓഫ് പൊളിറ്റിക്സിനെ വളർത്തുന്നതെന്നാണ്. എന്തായാലും അമ്മാവന്മാരാണോ കൊച്ചുമക്കളാണോ എന്നുള്ളതൊക്കെ ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്ക് തീരുമാനിക്കാം.